മരങ്ങാട്ടുപള്ളി ആണ്ടൂരിൽ പ്ലാത്തോട്ടം ആയുർവേദ ഹോസ്പിറ്റൽ ആൻഡ് വെൽനസ് സെന്റർ പ്രവർത്തനം ആരംഭിച്ചു. ജലവിഭവ വകുപ്പ് മന്ത്രി മോൻസ് ജോസഫ് ഉദ്ഘാടനം നിർവഹിച്ചു. പാരമ്പര്യത്തിൻ്റെയും പൈതൃകത്തിൻ്റെയും കാര്യത്തിൽ ആയുർവേദ ചികിത്സാ രംഗത്ത് ഏറ്റവും ശ്രേഷ്ഠമായ സ്ഥാനമാണ് നമ്മുടെ ഈ ഹോസ്പിറ്റലിനുള്ളത്. ഇത് ആധുനിക കാലത്തിനനുസൃതമായി മെച്ചപ്പെട്ട നിലവാരത്തിലും മെച്ചപ്പെട്ട സൗകര്യങ്ങളോടുകൂടി ഏറ്റവും നല്ല നിലയിൽ ഇപ്പോൾ പ്ലാൻ ചെയ്തതിൻ്റെ ഭാഗമാണ് ഈ നവീകരിച്ച പുതിയ ക്രമീകരണങ്ങളെല്ലാം. നന്മയ്ക്ക് വേണ്ടി ഈ ഒരു വലിയ സംരംഭത്തെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്നുള്ളത് ഏറ്റവും ആദരവോടും അഭിമാനത്തോടും കൂടിയാണ് നമുക്ക് കാണാൻ കഴിയും. ചെറുപ്പകാലം മുതൽ എല്ലാവരും കേട്ട് മനസ്സിലാക്കുന്ന, അടുത്തറിയുന്ന, മുതിർന്ന തലമുറ അതിൻ്റെ പ്രാധാന്യം തിരിച്ചറിയുന്ന നമ്മുടെ ഈ ഹോസ്പിറ്റലിന് ഏറ്റവും നല്ല നിലയിൽ നേതൃത്വം കൊടുക്കുന്ന ഡോക്ടർ ശില്പ വി കുമാറും അതുപോലെ തന്നെ ഡോക്ടർ ശ്രീജോട് ഉൾപ്പെടെ എല്ലാ ഡോക്ടേഴ്സിനെയും അതുപോലെ പ്രിയപ്പെട്ട ഒഫീഷ്യൽസ് എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ അവസരത്തിൽ അഭിനന്ദിക്കുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ആശംസകൾ നേരുന്നു. പഞ്ചായത്ത് പ്രസിഡന്റ് ഗ്രേസിക്കുട്ടി എബ്രഹാം അധ്യക്ഷയായിരുന്നു. ആരോഗ്യവകുപ്പ് മുൻ ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ കാനം ശങ്കരപിള്ള മുഖ്യപ്രഭാഷണം നടത്തി. ആധുനിക കാലത്തെ ഡോക്ടർമാരെല്ലാം ബോധവൽക്കരണം നടത്തുന്നവരാണ്. പലരും അവരുടെ പ്രാക്ടീസിന് വേണ്ടിയാണെങ്കിലും ഒരുപാട് ബോധവൽക്കരണം നടത്തുന്നുണ്ട്. നമ്മുടെ യൂട്യൂബിലാണെങ്കിലും മറ്റുള്ള ചാനലുകളാണെങ്കിലും സാധാരണക്കാർക്ക് ഇന്ന് ആരോഗ്യ പ്രശ്നങ്ങളിൽ നല്ല പങ്കും അറിയാം. അതുകൊണ്ട് ഞാൻ കഴിഞ്ഞ 20 കൊല്ലമായിട്ട് വൈദ്യശാസ്ത്ര രംഗത്ത് നിന്നും മാറി ചരിത്ര രംഗത്തേക്കാണ്, കേരള ചരിത്രം. അതുപോലെ എനിക്ക് ഏറ്റവും കൂടുതൽ താല്പര്യമുള്ളത് 1 പ്രാദേശിക ചരിത്രം, 2 കുടുംബ ചരിത്രം. തീർച്ചയായിട്ടും ഇദ്ദേഹത്തിൻ്റെ കുടുംബം പഠിക്കാനുള്ള ഒരു വിഷയമാണ്. അതുകൊണ്ടാണ് ഞാനിവിടെ വരുന്നതിൽ ഒരു കാര്യം. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സബിൻലാൽ ബാബു, പഞ്ചായത്ത് അംഗങ്ങളായ റോബിൻ കരിപ്പാത്ത്, ഷീജ ബാബു, ജോസ് മോൻ, പ്രസീത, മരങ്ങാട്ടുപള്ളി സഹകരണ ബാങ്ക് പ്രസിഡന്റ് MM തോമസ്, ഡോക്ടർ ശില്പ വി കുമാർ, അഡ്മിനിസ്ട്രേറ്റർ ഡോക്ടർ ശ്രീജു PK, കുമാരൻ വൈദ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. ആരോഗ്യരംഗത്ത് 200 വർഷത്തെ പാരമ്പര്യമുള്ള പ്ലാത്തോട്ടം ആയുർവേദ ചികിത്സാലയം നവോത്ഥാനത്തിന്റെ ഭാഗമായി ആധുനിക സൗകര്യങ്ങളോടെ പരിശോധനകൾക്കും തിരുമു ചികിത്സയ്ക്കും 15ഓളം പേർക്ക് കിടത്തി ചികിത്സാ സൗകര്യവുമായാണ് ആണ്ടൂരിൽ നിർമ്മിച്ച പുതിയ കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിക്കുന്നത്.